നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിവെച്ചു. ഒക്ടോബർ 4-ലേക്കാണ് നറുക്കെടുപ്പ് മാറ്റിയത്. ഒന്നാം സമ്മാനം 25 കോടി രൂപ. സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. അമൃതപുരിയിൽ പരിസ്ഥിതി സുസ്ഥിര വികസന പ്രദർശനമേള. ഒരു ലോകം ഒരേ ഹൃദയം എന്ന പേരിലാണ് മേളയൊരുക്കിയത്. മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മേള. KPSTA മാറ്റൊലി ജാഥ. കൊല്ലം ജില്ലയിലെ സ്വീകരണങ്ങൾക്ക് പുനലൂരിൽ തുടക്കം. പൊതുവിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മാറ്റൊലി എന്ന പേരിൽ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. വിശദമായ വാർത്തകളിലേക്ക്. കേരള സർക്കാരിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിവെച്ചു. ഒക്ടോബർ 4-ലേക്കാണ് നറുക്കെടുപ്പ് മാറ്റിയത്. 4-ന് ഉച്ചയ്ക്ക് 2:30 മന്ത്രി KN ബാലഗോപാലാണ് നറുക്കെടുപ്പ് നിർവഹിക്കുക. ഒന്നാം സമ്മാനമായി 25 കോടി രൂപയാണ് ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 75 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ച് പുറത്തിറക്കിയിരുന്നു. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ശനിയാഴ്ച നടത്താനിരുന്ന തിരുവോണം ബമ്പർ നറുക്കെടുപ്പാണ് മാറ്റിവെച്ചത്. പകരം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഒക്ടോബർ 4-ന് നടക്കുമെന്ന് ഭാഗ്യക്കുറി വകുപ്പ് അറിയിച്ചു. ചരക്കു സേവന നികുതിയുടെ മാറ്റവുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായി ഉണ്ടായ കനത്ത മഴയിലും ടിക്കറ്റുകൾ പൂർണ്ണമായി വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നറുക്കെടുപ്പ് തീയതി മാറ്റിവെക്കണമെന്ന ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥന പരിഗണിച്ചാണ് തീരുമാനം. ഒക്ടോബർ 4-ന് തിരുവനന്തപുരം ഗോർഖി ഭവനിലാണ് തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് നടക്കുന്നത്. 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കും. മൂന്നാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്കും. നാലാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 10 പരമ്പരകൾക്കും. അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും നൽകും. കൂടാതെ 5000, 2000, 1000, 500 എന്നിങ്ങനെയുള്ള സമ്മാനങ്ങളുമുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും മികച്ച വിൽപ്പനയായിരുന്നു തിരുവോണം ബമ്പറിന് ലഭിച്ചത്. ഇത്തവണ അച്ചടിച്ച 75 ലക്ഷം ടിക്കറ്റുകളും ലോട്ടറി വകുപ്പ് ഏജൻസികൾക്ക് വിറ്റുകഴിഞ്ഞു. വിൽപ്പനയിൽ ഏറ്റവും മുന്നിൽ പാലക്കാടാണ്. 14,07,100 ടിക്കറ്റുകളാണ് ഇവിടെ വിറ്റത്. രണ്ടാം സ്ഥാനത്ത് തൃശൂർ ജില്ലയാണ്. 9,37,400 ടിക്കറ്റുകളാണ് ഇവിടെ വിറ്റത്. മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്ത് 8,75,900 ടിക്കറ്റുകളാണ് ഏജൻസികൾക്ക് വിറ്റുകഴിഞ്ഞത്. കഴിഞ്ഞ വർഷം 71.40 ലക്ഷം തിരുവോണം ബമ്പർ ടിക്കറ്റുകളായിരുന്നു വിറ്റുകഴിഞ്ഞിരുന്നത്. ന്യൂസ് ഡെസ്ക്. ദുർഗാഷ്ടമിക്ക് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് പൊതു അവധി പ്രഖ്യാപിച്ചത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് സെപ്റ്റംബർ 30-ന് പൊതു അവധി പ്രഖ്യാപിച്ചത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സെപ്റ്റംബർ 30-ന് പൊതു അവധി പ്രഖ്യാപിച്ചു. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ നിയമസഭയുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് അവധി ബാധകമല്ല. സെപ്റ്റംബർ 29-ന് വൈകിട്ടാണ് ഇത്തവണ പൂജവയ്പ്. ന്യൂസ് ഡെസ്ക്. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന 1000 പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായി കുന്നിക്കോട് യോഗം സംഘടിപ്പിച്ചു. പ്രതിഷേധ സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം പ്രിയദർശിനി ഫൗണ്ടേഷൻ ചെയർമാൻ CB വിജയകുമാർ നിർവഹിച്ചു. ഒക്ടോബർ 22-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന 1000 പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായാണ് കുന്നിക്കോട്ട് യോഗം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം പ്രിയദർശിനി ഫൗണ്ടേഷൻ ചെയർമാൻ CB വിജയകുമാർ നിർവഹിച്ചു. 1, 2, 4 വർഷം കുട്ടികൾ കോച്ചിങ് സെന്ററിൽ പോയി കഷ്ടപ്പെട്ടിട്ട് 100-നകത്ത റാങ്കിൽ വന്നാൽ പോലും 50-നകത്ത റാങ്കിൽ വന്നാൽ പോലും അവരെ നിയമിക്കാത്ത ഗതികെട്ടൊരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. പഠിച്ചിട്ട് ചെറുപ്പക്കാർ നിൽക്കുകയാണ്. 25,000 പേരെഴുതുന്ന ഒരു പരീക്ഷയിലാണ് അവൻ 100-നകത്ത റാങ്ക് വരുന്നത്. നിസ്സാരമല്ല. 25,000 പേര് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുമ്പോൾ ആ 100-നകത്ത റാങ്ക് വരുന്നവന് പോലും തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത, അതിനെപ്പറ്റി ചിന്തിക്കാത്ത ഒരു മുഖ്യമന്ത്രി. എന്താ ചിന്തിക്കാത്തത്? മകളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വരികയാണ് അല്ലെ? കരിമണൽ കർത്ത 1.25 കോടി മകളുടെ അക്കൗണ്ടിലേക്ക്. മിണ്ടുന്നില്ല, പൊട്ടം കളിക്കുക. നിങ്ങൾ 50,000 രൂപ ബാങ്കിലോട്ട് കൊണ്ട് ചെന്നിട്ട് വേറെ അക്കൗണ്ടിലോട്ട് ഇടാനെന്ന് പറ, എന്തോ ചോദിക്കും? പാൻ കാർഡ് ചോദിക്കും. പാൻ കാർഡ് ഉണ്ടെങ്കിലേ 50,000 രൂപ
മറ്റൊരു അക്കൗണ്ടിലോട്ട് ഇടാൻ പറ്റൂ? 1.25 കോടി കരിമണൽ കർത്തയുടെ കാശ് മോഡ് അക്കൗണ്ടിലേക്ക് വന്നിട്ട് മഴി കരവില്ലെന്ന് പറഞ്ഞ് ഉരിഞ്ഞ് നിയമസഭയിലിട്ട് ഇങ്ങനെ കുടയുന്ന മുഖ്യമന്ത്രി നമ്മൾ കാണുന്നു. ഈ സർവനാശം ഇത് ഇറക്കിവിടാൻ ബഹുജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അതിന്റെ കൂട്ടത്തിലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ. 7 മാസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തിട്ട് അത് പരിഹരിച്ച് അതിന് ഉത്തരവായിക്കൂടെ? ആ സമരം പിൻവലിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നില്ലേ? കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി മുഖ്യപ്രസംഗം നടത്തി. 26,000 ആശമാരെയും തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടേ ഇത് അവസാനിപ്പിക്കാൻ തയ്യാറാകുള്ളെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടിയിരിക്കും. കാരണം നമ്മൾ നിരാഹാരം നടത്തി, നമ്മൾ ആ തെരുവിലാണ് ഇരിക്കുന്നത്. കഠിനമായ വെയില്, അത് കഴിഞ്ഞ് കഠിനമായ മഴ, അതിശക്തമായ മഴയും കാറ്റിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു. ആ പൊടി പിടിച്ച നഗരത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കൊരു സൗകര്യമില്ലാത്തൊരു സ്ഥലത്ത് സ്ത്രീകൾ ഇരിക്കുകയാണ്. ചെറുപ്പക്കാരായ സ്ത്രീകൾ, പ്രായം ചെന്ന സ്ത്രീകൾ അവിടെ ഇരുന്ന് സമരം ചെയ്യാണ്. പുല്ലുവില. പക്ഷെ ഒരു കാര്യം പറയാം, ഞങ്ങളെ ഭയന്ന് ഈ 7.5 മാസമായി മുഖ്യമന്ത്രി ഞങ്ങളുടെ മുന്നിൽ കൂടെ ഒരു യാത്ര ചെയ്തിട്ടില്ല. അദ്ദേഹം വഴിമാറി മറ്റൊരു വഴി കൂടെയാണ് പോകുന്നത്. ആ മുന്നിൽ കൂടെ പോകാൻ ഈ ഒരു ഭയമില്ലെങ്കിൽ ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ പോകുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ആ മെയിൻ ഗേറ്റ് കടന്ന് ഞങ്ങളുടെ മുന്നിൽ കൂടെ പൊക്കൂടാ? ഞങ്ങൾ രാത്രിയും പകലും അവിടെ നിന്ന് കാണുകയാണ്. അദ്ദേഹം പോയിട്ടില്ല, പോകില്ല. കാരണം അദ്ദേഹത്തിന് ഭയമാണ്. ഈ ഊരിപ്പിടിച്ച വാളിന്റെ കഥ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പുറംപൂച്ചാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹം എന്തുകൊണ്ട് ഞങ്ങൾ സമരസമിതിയുടെ 3 സ്ത്രീകളെ കണ്ട് സംസാരിച്ചൂടാ? സമരസമിതിയുടെ നിങ്ങൾ 5 സ്ത്രീകൾ വരൂ, നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം എന്താ പറയാത്തത്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഭയം തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ഭയമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ഒട്ടും ഭയമില്ല. ആ ഭയമില്ലാത്തത് കൊണ്ട് വരുന്ന 22-ാം തീയതി അദ്ദേഹം താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ പോയി കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 22-ന് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തുമെന്ന് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. കുന്നിക്കോട്ട് നടത്തിയ സമരത്തിൽ സമരസഹായ സമിതി ജനറൽ കൺവീനർ ജി ധ്രുവകുമാർ അധ്യക്ഷത വഹിച്ചു. ഷാജഹാൻ കുന്നിക്കോട്, അഡ്വക്കേറ്റ് നാസർ കാര്യറ, നാജിഹ, പി പ്രശാന്തകുമാർ, എ സബീന, ട്വിങ്കിൾ പ്രഭാകരൻ, എച്ച് ഹസീന, അഷ്റഫ് കുന്നിക്കോട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും ശക്തമായ മഴ സാധ്യതയാണുള്ളത്. ഇവിടെ 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നതായും രാത്രിയിൽ ഉൾപ്പെടെ ശക്തമായ മഴയുണ്ടാകുമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു. തീരങ്ങൾ കേന്ദ്രീകരിച്ചും സുരക്ഷാ മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശനിയാഴ്ച വരെ വിലക്ക് തുടരും. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. ഇതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മധ്യകിഴക്കൻ ബംഗാൾ കടലിൽ ശക്തി കൂടിയ ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനമാണ് കേരളത്തിൽ മഴയ്ക്കും കാറ്റിനും കാരണമായിട്ടുള്ളത്. അടുത്ത 12 മണിക്കൂറിൽ ചക്രവാത ചുഴി ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ട്. അതിനാലാണ് അടുത്ത 3 ദിവസം പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുള്ളത്. ന്യൂസ് ഡെസ്ക്. പുനലൂർ ചെമ്മന്തൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡ് ശുചീകരിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. മഴ കനക്കുന്ന സാഹചര്യത്തിലാണ് ശുചീകരണം നടത്തിയത്. പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് പുനലൂർ ചെമ്മന്തൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡ് ശുചീകരിച്ചത്. മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭാഗങ്ങളും കാട് മൂടിക്കിടന്ന ഭാഗങ്ങളുമാണ് JCB ഉപയോഗിച്ച് ശുചീകരിച്ചത്. മഴ കനക്കുന്ന സാഹചര്യത്തിലായിരുന്നു ശുചീകരണം. ബസ് സ്റ്റാൻഡിൽ കാട് മൂടിക്കിടന്നതിനാൽ മാലിന്യങ്ങൾ തള്ളുന്നത് സ്ഥിരമായിരുന്നു. ഈ മാലിന്യങ്ങൾ ചീഞ്ഞഴുകുന്നതിനാൽ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് മൂക്കുപൊത്താതെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഇവിടം. തുടർന്നാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള ഓടയുടെ ഭാഗങ്ങളും ശുചീകരിച്ചു. കാടിന്റെ മറവിൽ ഭക്ഷ്യമാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നതിനാൽ തെരുവുനായ്ക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അമൃതപുരിയിൽ പരിസ്ഥിതി സുസ്ഥിര വികസന പ്രദർശന മേള സംഘടിപ്പിച്ചു. ഒരു ലോകം ഒരേ ഹൃദയം എന്ന പേരിലാണ് മേള ഒരുക്കിയത്.
മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മേള സംഘടിപ്പിച്ചത്. ഭൂമിയിൽ നമുക്കുള്ള കടമകളെ ഓർമ്മപ്പെടുത്തുന്ന സന്ദേശങ്ങളടങ്ങിയതാണ് പ്രദർശനമേള. പരിസ്ഥിതി സൗഹൃദം, പ്രകൃതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനവും പുനരുപയോഗവും, വിഭവങ്ങളുടെ മാതൃകാപൂർണമായ മിത ഉപഭോഗം, സുസ്ഥിര വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾ മാതൃകാപരമായി നടപ്പാക്കിയെന്നതാണ് പ്രദർശന നഗരിയിലെ ഓരോ സ്റ്റാളുകളിലൂടെയും വിശദമാകുന്നത്. മേളയുടെ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് 27-ാം തീയതി ഞങ്ങളുടെ നാട് ലോകത്തിൻ്റെ തന്നെ പരിച്ഛേദമായി മാറുകയാണ്. ഇത്തവണ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം വിവിധങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളുടെ എല്ലാം പ്രവർത്തനം ഒരു എക്സിബിഷനിലൂടെ, ഒരു പ്രദർശനത്തിലൂടെ ആളുകൾക്ക് വന്ന് കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും നിർവൃതി അടയുന്നതിനും വേണ്ടുന്ന വിധത്തിൽ ഒരു എക്സിബിഷൻ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ചടങ്ങിൽ പ്രശാന്ത് നായർ IAS സുസ്ഥിര വികസന സന്ദേശം നൽകി. സ്വാമി തപസ്യാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, അമൃത സർവകലാശാല അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ദേവിദാസ് ചൈതന്യ, അമൃത സർവകലാശാല പ്രോവോസ്റ്റ് ഡോക്ടർ മനീഷ V രമേശ്, ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ്, ദീപ്തി രവീന്ദ്രൻ, ദീപ്തി, വിഷ്ണു വിജയ് തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി സ്നേഹികളെയും സന്നദ്ധ സേവകരെയും ചടങ്ങിൽ ആദരിച്ചു. ഒരു ലോകം ഒരേ ഹൃദയം എന്ന പേരിലാണ് പ്രദർശനമേള സംഘടിപ്പിക്കുന്നത്. മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മേള ഒരുക്കിയത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, പ്രകൃതിയെ ഭിന്നമാക്കി നിർത്താതെ മനുഷ്യരും പ്രകൃതിയും ഭിന്നരല്ല എന്നുള്ള ഒരു തിയറി ഇവിടെ വർക്കൗട്ട് ആവുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ത്വക്ക് രോഗ പരിശോധനാ ക്യാമ്പ് നടത്തി. സ്വച്ഛ് ഹി സേവ 2025ന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത്. 23 വാർഡുകളിലെ 46 ഹരിതകർമ്മ സേനാംഗങ്ങളെ പരിശോധിച്ച് ആവശ്യമായ മരുന്നുകളും നൽകി. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലാണ് ത്വക്ക് രോഗ പരിശോധനാ ക്യാമ്പ് നടത്തിയത്. സ്വച്ഛ് ഹി സേവ 2025ന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായാണ് പരിശോധനാ ക്യാമ്പ് നടത്തിയത്. 23 വാർഡുകളിലെ 46 ഹരിതകർമ്മ സേനാംഗങ്ങളെ പരിശോധിച്ച് ആവശ്യമായ മരുന്നുകളും വിതരണം ചെയ്തു. തൊടിയൂർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ നിർവഹിച്ചു. അതായത് 45-ഓളം വരുന്ന ഹരിതകർമ്മ സേനക്കാർക്ക് സ്കിന്നിൻ്റെ ഒരു മെഡിക്കൽ ക്യാമ്പ്, അതിൻ്റെ പരിശോധനയും അതിന് സൗജന്യമായിട്ട് അതിൻ്റെ മരുന്നുകൾ. നമുക്കറിയാം, നമ്മുടെ സെലീന ഡോക്ടറാണ് ഇത് സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത്. ഗവൺമെൻറ് എറണാകുളം താലൂക്ക് ഹോസ്പിറ്റലിലെ സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്, നമ്മുടെ അയൽവാസിയാണ്. അപ്പോൾ ഡോക്ടർ എന്തുകൊണ്ടും മുഴുവൻ ആളുകളെ, അതായത് പറഞ്ഞപ്പോൾ തന്നെ മെഡിക്കൽ ഓഫീസർ സൂപ്രണ്ടൊക്കെയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഡോക്ടറുടെ അനുവാദം ചോദിച്ചു. ഡോക്ടർ സൽവാർണ ഇത് സമ്മതിക്കുകയും കൃത്യം 9:45 മണിക്ക് എന്നോട് എത്തുകയും ഇവിടെയൊക്കെ കൊടുത്തുകൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങൾ നടത്താവുന്നത്. ഏതായാലും ഇത് പരമാവധി നമ്മുടെ ഹരിതകർമ്മ സേനക്കാർ പ്രയോജനപ്പെടുത്തണം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബ്ന ജവാദ് അധ്യക്ഷത വഹിച്ചു. ത്വക്ക് രോഗ വിദഗ്ധ ഡോക്ടർ സെലീന ക്യാമ്പിന് നേതൃത്വം നൽകി. സെക്രട്ടറി C രാജേന്ദ്രൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ശ്രീലക്ഷ്മി, അസിസ്റ്റന്റ് സെക്രട്ടറി KK സുനിത, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ L ശൈലജ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രവീൺ കുമാർ, സീന, IRTC കോർഡിനേറ്റർ ശ്യാമ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. KPSTയുടെ മാറ്റൊലി ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മാറ്റൊലി എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനമാണ് പുനലൂരിൽ നടന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര മാറ്റൊലി എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജാഥയുടെ കൊല്ലം ജില്ലയിലെ ഉദ്ഘാടനമാണ് പുനലൂരിൽ നടത്തിയത്. അദ്ദേഹത്തിന്റെ
ജില്ലാ അതിർത്തിയായ പത്തനാപുരം കല്ലുകടവിൽ നിന്നുമാണ് ജാഥയെ വരവേറ്റത്. അഞ്ചൽ, പുനലൂർ, ചടയമംഗലം ഉപജില്ലകളുടെ നേതൃത്വത്തിലായിരുന്നു പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ജാഥയ്ക്ക് വരവേൽപ്പ് നൽകിയത്. KPCC നിർവാഹക സമിതി അംഗം ജ്യോതികുമാർ ചാമക്കാല ജില്ലയിലെ സ്വീകരണ പരിപാടി പുനലൂരിൽ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരെ നിയമനം അതുപോലെ തന്നെ അവരുടെ ശമ്പള പരിഷ്കരണവും പെൻഷനാനുകൂല്യങ്ങളും നൽകുന്നതുൾപ്പെടെ കോൺട്രിബ്യൂട്ടർ മാറ്റിയിട്ട് പുനഃസ്ഥാപിക്കുന്നതുൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഈ ജാഥയുടെ ഭാഗമായി വന്നു. ഞാൻ ഈ നിരവധിയായ വിഷയങ്ങളിൽ 4-5 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കേന്ദ്രത്തിന്റെ നിർബന്ധമാക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായും നിങ്ങളുടെയൊക്കെ മനസ്സിൽ വന്നതാണ്. 2027 കേന്ദ്രത്തിൽ പാസ്സായില്ലെങ്കിൽ വീട്ടിൽ പോയിക്കോളും എന്ന് പറഞ്ഞാൽ അതായത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും കാലം ജോലി ചെയ്ത് നമ്മൾ സർവീസിൽ കയറുമ്പോൾ ഒരു നിബന്ധനയില്ലാത്ത നിബന്ധന ഇപ്പോൾ അടിച്ചേൽപ്പിക്കാൻ അത് സുപ്രീം കോടതിയുടെ നിബന്ധനയാണെന്ന് നമുക്ക് അറിയാമെങ്കിലും അതിനെതിരെ റിവ്യൂ നൽകാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാർ മുന്നിലുള്ള കാര്യം സർക്കാർ മറക്കാതെ നന്നായി. എല്ലാ അധ്യാപകർക്കും നിയമനാംഗീകാരവും ജോലി സംരക്ഷണവും ഉറപ്പാക്കുക, നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, 9-10 ക്ലാസുകളിൽ 1:40 അനുപാതം നടപ്പാക്കുക, അശാസ്ത്രീയമായ സ്കൂൾ സമയമാറ്റം പിൻവലിക്കുക, ഉച്ചഭക്ഷണ തുക വർദ്ധിപ്പിക്കുക, ആലോചനയില്ലാതെ പ്രഖ്യാപിച്ച ഉച്ചഭക്ഷണ മെനു പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാറ്റുലി എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. KPSTA നേതാക്കളെ കൂടാതെ അഡ്വക്കേറ്റ് SC സഞ്ജീവ് ഖാൻ, A ഹാരിസ്, B റോയി തുടങ്ങിയവർ ജാഥാ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഈ രണ്ട് പ്രതിസന്ധികൾ അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊക്കെ നെടുംതൂണായി പ്രവർത്തിക്കേണ്ടത് വിദ്യാഭ്യാസ മേഖലയാണ്. ആ വിദ്യാഭ്യാസ മേഖല വികലവും തച്ച് തകർത്ത് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് LDFന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തി മുമ്പോട്ട് പോകുന്നത്. ഈ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KPCCയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മാറ്റുലി എന്ന പേര് കൊടുത്തുകൊണ്ട് ജാഥ കടന്നു വരുന്നത്. ഇത് സംസ്ഥാനത്തിന് ഒരു മാറ്റുലി ഉണ്ടാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ ആത്മഹത്യയിലേക്കും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ തച്ചു തകർന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഈ സമൂഹത്തിന് പുതിയ ദിശാബോധം നൽകുന്നതിന് ഈ മാറ്റുലി KPSCക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചെളിയിൽ പൊതിഞ്ഞ ലോറി കയറ്റാൻ സഹായവുമായി RRT സംഘം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇടമണ്ണിലാണ് സംഭവം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇടമണ്ണിലാണ് ലോറി ചെളിയിൽ പുതഞ്ഞത്. ഇതേ തുടർന്ന് നിസ്സഹായനായി ലോറി ഡ്രൈവർ RRT വാഹനത്തിന് കൈകാണിച്ച് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് RRT സംഘമെത്തി വാഹനം ചെളിയിൽ നിന്നും കയറ്റാൻ സഹായിച്ചത്. വീടിനുള്ളിൽ കയറിയ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് മടങ്ങുന്ന വഴിയാണ് ലോറി ഡ്രൈവർ RRT വാഹനത്തിന് പുലർച്ചെ 2:30യോടെയായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, തെന്മല. 3 വയസ്സുകാരന്റെ മജ്ജമാറ്റിവയ്ക്കൽ ചികിത്സയ്ക്കായി ഓച്ചിറയിലും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ദേവികുളങ്ങര സ്വദേശികളായ രാംദേവ്, രശ്മി ദമ്പതികളുടെ മകൻ ശിവമോന്റെ ചികിത്സയ്ക്കായാണ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത്. കായംകുളം ദേവികുളങ്ങര സ്വദേശികളായ രാംദേവ്, രശ്മി ദമ്പതികളുടെ 3 വയസ്സുകാരനായ ഏക മകൻ ശിവമോന്റെ മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായാണ് ഓച്ചിറയിലും തയ്യാറെടുപ്പുകൾ നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഓച്ചിറ നേതാജി ഗ്രന്ഥശാലയിൽ യോഗം ചേർന്നു. CR മഹേഷ് MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി, വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, പഞ്ചായത്ത് അംഗം മിനി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്.
ഞങ്ങളെല്ലാവരും ഈ രാവിലെ ഒത്തുകൂടിയത് ശിവമോൻ എന്ന് പറയുന്ന 3 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മജ്ജ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ഏതാണ്ട് 35 ലക്ഷം രൂപ സമാഹരിക്കണം. ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഓണാട്ടുകരയിൽ എങ്ങോട്ട് നോക്കിയാലും ഇപ്പോൾ ആഘോഷത്തിൻ്റെ നാളുകളാണ്. എല്ലായിടത്തും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കെട്ട് ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഏതാണ്ട് 400ഓളം കെട്ടുകാളകൾ ഏതാണ്ട് 52 കരകളിൽ നിന്ന് വരുന്നുണ്ട്. ഈ ഓരോ കെട്ടുകാല സമിതിയും ഈ വർഷത്തെ 28ാം ഓണത്തിൻ്റെ ആഘോഷത്തോടൊപ്പം ഈ ശിവമോനെ കൂടി ശിവഭഗവാന്റെ പേരിലുള്ള ഈ കെട്ടുത്സവം, ആ പേരിൽ തന്നെയുള്ള നിഷ്കളങ്കനായ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ എല്ലാ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഒരു വിഹിതം ഈ കുഞ്ഞിൻ്റെ വീട്ടിലെത്തിക്കണം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് എൻ്റെ പഞ്ചായത്തിൽ 7ാം വാർഡിൽ രാംദേവിൻ്റെയും രശ്മിയുടെയും മകനായ ശിവമോൻ്റെ മജ്ജമാറ്റ വെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായം അഭ്യർത്ഥിക്കാനാണ്. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ആ കുഞ്ഞിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും അതിൻ്റെ സർജറിക്കും വേണ്ട സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ ഒരു മക്കളെ ഏതായാലും വിശേഷിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഈ ലോകം മുഴുവനും കീഴടക്കിയ ഒരു പ്രതീതിയാണ് ഏത് മാതാവിനും പിതാവിനും. അതൊരിക്കലും അവരെ നഷ്ടപ്പെടുവാൻ ഒരു പിതാവും ഒരു മാതാവും ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എൻ്റെ ജീവൻ കൊടുത്താലും എൻ്റെ മക്കളുടെ ജീവൻ രക്ഷിക്കണമെന്നാണ് അവരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ മുൻപിൽ, നമ്മുടെ മനസ്സാക്ഷിയുടെ മുൻപിൽ നമ്മളെല്ലാവരും മനുഷ്യത്വമുള്ളവരാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആ പ്രാർത്ഥനയോടൊപ്പം നമുക്ക് പങ്കുചേരണം, അവരെ സഹായിക്കണം. ഈ കുഞ്ഞിനെ അവരോട് നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനുള്ള ഏറ്റവും വലിയ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി 35 ലക്ഷം രൂപയല്ല അതിൽ കൂടുതൽ സമാഹരിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ശിവമോന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി 35 ലക്ഷം രൂപയാണ് വേണ്ടിവരുന്നത്. നിലവിൽ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശിവമോന്റെ അമ്മ രശ്മിയുടെ നാടാണ് ഓച്ചിറ. രശ്മിയുടെ പേരിൽ ഓച്ചിറ SBI ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഗണിതശാസ്ത്ര ക്വിസ് മത്സരം ശാസ്താംകോട്ടയിൽ നടത്തി. ഉപജില്ലാതല മത്സരമാണ് ആഞ്ഞിലിമൂട് സെന്റ് മേരീസ് LPSൽ നടത്തിയത്. ഗണിതശാസ്ത്ര ടാലന്റ് സെർച്ച് പരീക്ഷയും നടന്നു. ഉപജില്ലാതല ഗണിതശാസ്ത്ര ക്വിസ് മത്സരവും ഉപജില്ലാതല ഗണിതശാസ്ത്ര ടാലന്റ് സെർച്ച് പരീക്ഷയുമാണ് ശാസ്താംകോട്ട ആഞ്ഞിലിമൂട് സെന്റ് മേരീസ് LPSൽ നടത്തിയത്. LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു. UP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളാണ് ടാലന്റ് സെർച്ച് പരീക്ഷയിൽ പങ്കെടുത്തത്. ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി കുട്ടികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കിസാൻ മേള സംഘടിപ്പിച്ചു. സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായാണ് മേള സംഘടിപ്പിച്ചത്. കർഷകക്ഷേമ വകുപ്പും ചവറ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് കിസാൻ മേള നടത്തിയത്. ആത്മാ ഫീൽഡ് ഡേയും സംഘടിപ്പിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ചവറ ബ്ലോക്കും സംയുക്തമായാണ് സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കിസാൻ മേള സംഘടിപ്പിച്ചത്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് മേള നടത്തിയത്. കാർഷിക സെമിനാറുകൾ, പ്രദർശന വിപണന മേളകൾ, അഗ്രോ മിഷണറി സർവീസ് ക്യാമ്പ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ചവറ ബ്ലോക്ക് തല ആത്മാ ഫീൽഡ് ഡേയും സംഘടിപ്പിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA കിസാൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ പലപ്പോഴും കാണുന്നത് നമുക്ക് അതിന് ഒരു സിസ്റ്റം എന്ന് പറയുന്നില്ല. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിവാദമോ, ആ ഒരു ശൃംഖലകൾ കൃത്യമാകണം. കഴിഞ്ഞ ഈ വർഷത്തെ ഓണത്തിന് പല വകുപ്പുകൾ ചേർന്ന് സംയുക്തമായിട്ട് ഓണവിപണിയിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അല്ലേ. ഇവിടെ ബ്ലോക്കിൻ്റെ കീഴിലും ഇവിടെ കിസാൻ മേള നടത്തി, പഞ്ചായത്തുകളുടെ കീഴിൽ കിസാൻ മേള നടത്തി. അതുപോലെ കുടുംബശ്രീയുടെ ഓണച്ചന്തകൾ നടന്നിട്ടുണ്ട്, സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം വലിയ രീതിയിൽ സബ്സിഡി നിരക്കിൽ നടത്തി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഹോർട്ടികോർപ്പും ഒരു പദ്ധതി അവതരിച്ചായിരുന്നു. നമ്മുടെ കേരളത്തിലുള്ള ഏത് കർഷകർ ഏത് തരം ഫലങ്ങളായിക്കോട്ടെ, പച്ചക്കറി, ഉള്ളി തുടങ്ങി എന്ത് കൃഷി ആയിക്കോട്ടെ, അതെല്ലാം ഹോർട്ടികോർപ്പ് 30% മാർക്കറ്റ് വില അധികരിച്ചുകൊണ്ട് ഈ കർഷകരിൽ നിന്ന് സമാഹരിച്ചു. എന്നിട്ട് മാർക്കറ്റ് വിലയേക്കാളും 10% താഴ്ത്തി നമ്മുടെ സമൂഹത്തിൽ നൽകിയുണ്ടായി. ഇത് വളരെ, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഹോർട്ടികോർപ്പിന് ഒരു 40% അധിക ബാധ്യതയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നമാണെങ്കിലും അത് തമിഴ്നാട്ടിൽ ചെയ്യുന്ന ഒരു പച്ചക്കറിയെക്കാട്ടിലും വില കൂടുതലല്ല, സ്വതവേ കൂടുതലാണ്. അപ്പോൾ അതിനേക്കാട്ടിലും 40% മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കർഷകരിൽ നിന്നും സമാഹരിച്ചത് ഹോർട്ടികോർപ്പ്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അന്യം നിന്ന് പോകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാങ്കേതികമായ പിന്തുണയും അതുപോലെ തന്നെ കൃഷിയെ കൂടുതൽ
ജനകീയമാക്കുന്നതിനുള്ള പദ്ധതികളുമായി സർക്കാരുകളും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളും മുൻപോട്ട് പോകുന്നു. ഇതിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള പ്രധാനമായും കുറച്ച് ആളുകളെങ്കിലും ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്നു എന്നതാണ് പുതിയൊരു പ്രതീക്ഷയ്ക്ക് വകവെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുണ്ടാകുന്ന പല മേഘവിസ്ഫോടനങ്ങളും പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും എല്ലാം ബാധിക്കുന്നത് നമ്മുടെ കൃഷിയെയാണ്. ഇപ്പൊ കാർഷിക പ്രവൃത്തികൾക്ക് ദുസ്സഹമാകുന്ന നിലയിലേക്ക് പ്രകൃതി മാറുമ്പോൾ പ്രകൃതിക്ക് അനുകൂലമായി പ്രകൃതിയെ ഉൾക്കൊണ്ടുകൊണ്ട് കൃഷിയുമായി മുൻപോട്ട് പോകുവാൻ, ജൈവ കൃഷികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുവാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ തരത്തിലുള്ള കിസാൻ മേളകളിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പദ്ധതി വിശദീകരണം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, S സോമൻ, ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന ഉണ്ണിത്താൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസ് വിമൽ രാജ്, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോയി ആന്റണി, സീനത്ത്, പ്രിയ ഷിനു, സീരതീഷ്, തേവലക്കര കൃഷി ഓഫീസർ സജു SS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കുണ്ടറ ആശുപത്രി മുക്ക് SBI ബാങ്കിന് സമീപം ഓട്ടോറിക്ഷ മറിഞ്ഞ് വീട്ടമ്മ മരിച്ചു. മുളവന ജയന്തി കോളനിയിൽ വിജയകുമാരിയാണ് മരിച്ചത്. ആശുപത്രി മുക്ക് ഭാഗത്തു നിന്നും കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷ. ആശുപത്രി മുക്ക് SBI ബാങ്കിന് സമീപം ഓട്ടോറിക്ഷ മറിഞ്ഞായിരുന്നു അപകടം. മുളവന ജയന്തി കോളനിയിൽ വിജയകുമാരിയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ആശുപത്രി മുക്ക് ഭാഗത്തു നിന്നും കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഓട്ടോ. മുന്നിൽ പോയ കാർ ബ്രേക്ക് ചെയ്തപ്പോൾ കാറിന്റെ പിന്നിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓട്ടോ മറിയുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ വിജയകുമാരിയുടെ ശരീരത്തിലേക്ക് ഓട്ടോ മറിഞ്ഞു. തലയ്ക്ക് പരിക്കേറ്റ വിജയകുമാരിയെ കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും വൈകിട്ടോടെ മരിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിവെച്ചു. ഒക്ടോബർ 4-ലേക്കാണ് നറുക്കെടുപ്പ് മാറ്റിയത്. ഒന്നാം സമ്മാനം 25 കോടി രൂപ. സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. അമൃതപുരിയിൽ പരിസ്ഥിതി സുസ്ഥിര വികസന പ്രദർശനമേള. ഒരു ലോകം ഒരേ ഹൃദയം എന്ന പേരിലാണ് മേള ഒരുക്കിയത്. മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മേള. KPSTA മാറ്റൊലി ജാഥ. കൊല്ലം ജില്ലയിലെ സ്വീകരണങ്ങൾക്ക് പുനലൂരിൽ തുടക്കം. പൊതുവിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മാറ്റൊലി എന്ന പേരിൽ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.